അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പാഠമാണ് എടുക്കാൻ പോകുന്നത്. അതായത് നല്ല മനോഹരമായിട്ടുള്ളൊരു അടിപൊളി കഥയാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. സ്റ്റീലിംഗ് ആൻഡ് അറ്റോൺമെൻറ്റ്. സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ മോഷണവും, ആൻഡ് അറ്റോൺമെൻറ്റ് പ്രായശ്ചിത്തവും. അപ്പോൾ മോഷ്ടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു പ്രായശ്ചിത്തമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കഥ എന്ന് പറഞ്ഞാൽ വേറൊരു കഥയല്ല, നമ്മളെ എല്ലാവരുടെയും മാതൃകയായ രാഷ്ട്രപിതാവായ മോഹൻ കരംചാന്ദി, അതായത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നും അല്പം എടുത്ത ഏതോ ചെറിയൊരു ഭാഗമാണ് ഇതിലൂടെ പറയുന്നത്. അദ്ദേഹം മോഷ്ടിച്ചതും അതിൻ്റെ പ്രായശ്ചിത്തമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കഥ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. This lesson you will read a few extracts from Gandhiji's autobiography, My Experiments with Truth. അപ്പോൾ സത്യത്തോടു കൂടിയുള്ള എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നും എടുത്ത ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ കഥയിലൂടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. വാട്ട് ഡസ് ഹീ റിവീൽ അബൌട്ട് ഹിംസെൽഫ്? വാട്ട് ഡസ് ഹീ റിവീൽ? അദ്ദേഹം എന്താക്കാണ്, അദ്ദേഹത്തെ സ്വയം എന്താ പറയുക, റിവീൽ ചെയ്യുകയാണോ, അതായത് തിരിച്ചറിയിപ്പിക്കുകയാണോ? വേർ ഹിസ് ചൈൽഡ്ഹുഡ് ആൻഡ് ടീനേജ് ഇയേഴ്സ് ലൈക്ക് യുവേഴ്സ്? നിങ്ങളെപ്പോലത്തെ ഒരു എന്താ പറയുക കൗമാരവും കുട്ടിക്കാലവുമായിരുന്നു അദ്ദേഹത്തിൻ്റെതും? വാസ് ഹി ആൾവേസ് ട്രൂത്ത്ഫുൾ ഓർ ഡിഡ് ഹി ലേൺ ടു ബി ട്രൂത്ത്ഫുൾ? അദ്ദേഹം എപ്പോഴും സത്യസന്ധനായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ചിരുന്നോ ടു ബി ട്രൂത്ത്ഫുൾ? നമ്മൾ സത്യസന്ധന്മാരായിരിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നോ? ഇതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. ഡിഡ് ഹി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്? അത് വളരെ പ്രയാസകരമായി അദ്ദേഹം കണ്ടെത്തിയിരുന്നു. എന്ത്? ടു ബി ട്രൂത്ത്ഫുൾ, ഒരു സത്യസന്ധന്മാരായിത്തീരുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരുന്നു എന്നൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അദ്ദേഹം ഒരു പോസിറ്റീവ് എന്താ പറയുക കോൺസിക്വൻസസ്, അതായത് എന്താ പറയുക തുടരായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുടരെയായി കിട്ടുന്ന അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ എങ്ങനെയായിരുന്നു കൺവിൻസ്ഡ് എന്നാൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്തിൽ നിന്ന്? ബീ ട്രൂത്ത്ഫുൾ, ഒരു സത്യസന്ധന്മാരായി തീരാൻ തുടരെയുള്ള അനന്തരഫലങ്ങൾ എങ്ങനെ കൺവിൻസ്ഡായിത്തീരുന്നോ, അതായത് കൺവിൻസ്ഡായി എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നോ, അതൊക്കെ എങ്ങനെയാണ്? അതായത് നമുക്ക് തുടരെ നല്ല സത്യസന്ധന്മാരായിത്തീരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടെത്താം. കഥ വായിക്കാം നമുക്ക്. എ റിലേറ്റീവ് ആൻഡ് ഐ ബിക്കം ഫോണ്ട് ഓഫ് സ്മോക്കിംഗ്. ഞാനും എൻ്റെ ബന്ധുവും പുകവലിക്കൽ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. നോട്ട് ദാറ്റ് വി സോ എനി ഗുഡ് ഇൻ സ്മോക്കിംഗ്, അതായത് സ്മോക്കിങ്ങിൽ നല്ല എന്തെങ്കിലും ഗുണം കണ്ടെത്തിയിരുന്നോ? ഇല്ല. നോട്ട് ദാറ്റ്, അതല്ല, വി സോ നമ്മൾ കണ്ടെത്തിയിരുന്നില്ല. എനി ഗുഡ് ഇൻ സ്മോക്കിങ്ങിൽ വളരെ എന്തെങ്കിലും ഒരു ആവേശമോ അല്ലെങ്കിൽ നല്ല നന്മയോ എന്തെങ്കിലും നല്ലത് കണ്ടെത്തിയോ? അതൊന്നുമില്ല. അല്ലെങ്കിൽ വേർ വെരി ഫൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നോ? ദ സ്മെൽ ഓഫ് സിഗരറ്റിൻ്റെ വാസന നന്നായി ഇഷ്ടപ്പെട്ടിരുന്നോ? അതുമല്ല. പിന്നെ വി സിംപ്ലി ഇമാജിൻഡ്, നമ്മളെന്ത് ചെറുതായിട്ട് ഇമാജിൻഡ് സങ്കല്പിച്ചതാണ്. എ സോർട്ട് ഓഫ് പ്ലഷർ, ഒരു തരം സന്തോഷം ഇൻ എമിറ്റിംഗ് ക്ലൗഡ്സ് ഓഫ് സ്മോക്ക്, ആ പുകയുടെ മേഘാവൃതം പുറത്തേക്ക് വിടുക എന്നുള്ളത്. ഫ്രം അവർ മൗത്ത്സ്, നമ്മളെ വായിൽ നിന്ന്. അതായത് സിഗരറ്റ് വലിച്ച് പുറത്തേക്ക് ഇങ്ങനെ പുറന്തള്ളുമ്പോൾ എന്താ പറയുക, ഒരു മേഘം പോലെ ഇങ്ങനെ എമിറ്റായി വരുമല്ലോ, ആ ഒരു സംഭവം കാണാൻ വല്ലാത്തൊരു ആവേശം. അതുമാത്രം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മൈ അങ്കിൾ ഹാഡ് ദി ഹാബിറ്റ്, എൻ്റെ അങ്കിളിന് ഇങ്ങനെ ഒരു എന്തുണ്ടായിരുന്നു, ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വെൻ വി സോ ഹിം സ്മോക്കിംഗ്, അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ വി തോട്ട്, നമ്മൾ ചിന്തിച്ചിരുന്നു, വി ഷുഡ് കോപ്പി ഹിസ് എക്സാമ്പിൾ, നമ്മളും അദ്ദേഹത്തിൻ്റെ അതേപോലെ ഒന്ന് എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ എന്താക്കണം, കോപ്പി ചെയ്യണം, അതേപോലെ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ വി ഹാഡ് നോ മണി, പക്ഷേ നമുക്ക് മതിയായ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ വി ബിഗാൻ ടു കളക്ട് സ്റ്റബ്സ്, അതുകൊണ്ട് തന്നെ നമ്മളെന്താക്കി, ആ സിഗരറ്റിൻ്റെ കുറ്റികൾ എന്താക്കാൻ തുടങ്ങി, കളക്ട് ചെയ്യാൻ തുടങ്ങി. ത്രോൺ അവേ ബൈ മൈ അങ്കിൾ, നമ്മളെ അങ്കിളിനാൽ വലിച്ചെറിയപ്പെട്ട ആ കുറ്റി എടുത്ത് ഒന്ന് ഉപയോഗിക്കാൻ നമ്മൾ വിചാരിച്ചു. ദ സ്റ്റബ്സ്, എന്നാലും ആ ബീഡിക്കുറ്റി ഹവർ എങ്ങനെയായാലും വെർ നോട്ട് ഓൾവേസ് അവൈലബിൾ, നമുക്ക് എല്ലായ്പ്പോഴും അത് കിട്ടുമായിരുന്നില്ല. ആൻഡ് കുഡ് നോട്ട് എമിറ്റ് മച്ച് സ്മോക്ക് ഹെയ്തർ, കൂടുതൽ കിട്ടുന്നു മാത്രമല്ല കൂടുതൽ പുകയൊന്നും പുറന്തള്ളാൻ സാധിച്ചിരുന്നുമില്ല. സോ അതുകൊണ്ട് വി ബിഗാൻ ടു സ്റ്റീൽ കോയിൻസ്, അങ്ങനെ നമ്മളെന്താക്കി,
കോയിൻ, അതായത് നാണയത്തുട്ടുണ്ടല്ലോ, അത് സ്റ്റീൽ ചെയ്യാൻ ആരംഭിച്ചു, അതായത് മോഷ്ടിക്കാൻ ആരംഭിച്ചു. ഫ്രം ദി സർവൻസ് പോക്കറ്റ് മണി, നമ്മളെ സർവൻറ്റിൻ്റെ പോക്കറ്റ് മണിയായി എടുത്തു വെച്ചിരുന്ന ആ നാണയത്തുണ്ടുകൾ എടുക്കാൻ നമ്മൾ തുടങ്ങി. എന്തിന്? ഇൻ ഓർഡർ ടു പർച്ചേസ് ഇന്ത്യൻ സിഗരറ്റ് തന്നെ വാങ്ങണം എന്ന കാരണത്തിന് വേണ്ടി. ഇൻ ദി മീൻ ടൈം, ഇതേ സമയത്ത് വി ഹേർഡ്, നമ്മൾ കേട്ടിരുന്നു, ദാറ്റ് ദ സ്റ്റാക്സ് ഓഫ് എ സർട്ടൈൻ പ്ലാന്റ്, ഒരു യഥാർത്ഥ പ്ലാന്റിൻ്റെ തണ്ടുണ്ടല്ലോ, അതായത് വളർന്നു വരുന്ന അതിൻ്റെ തണ്ട് പൊറോസ്, അത് സുഷിരമുള്ളതായിരുന്നു. അതായത് ദ്രാവകങ്ങളൊക്കെ നമ്മളെന്തെങ്കിലും വലിച്ചാൽ അതിങ്ങനെ വലിച്ചെടുക്കുന്നൊരു സ്ഥലം, ഒരു കഴിവുള്ളൊരു സംഭവമായിരുന്നു, നമുക്ക് മനസ്സിലായിരുന്നു. ആൻഡ് കുഡ് ബി സ്മോക്ക്ഡ്, മാത്രമല്ല നമുക്ക് സ്മോക്ക് ചെയ്യാനും പറ്റുമായിരുന്നു. ലൈക്ക് സിഗരറ്റിനെ പോലെ തന്നെ നമുക്ക് സ്മോക്ക് ചെയ്യാനും സാധിക്കുമായിരുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ വി ഗോട്ട് ദം ആൻഡ് ബിഗൻ ദിസ് കൈൻഡ് ഓഫ് സോങ്. അങ്ങനെ നമ്മളതെടുത്തു, അതായത് നമുക്കത് കിട്ടുകയും നമ്മളതെന്താക്കി ഇങ്ങനെ സിഗരറ്റിനെ പോലെ തന്നെ നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. ബട്ട് വി വർ ഫാർ ഫ്രം ബീങ് സാറ്റിസ്ഫൈഡ് വിത്ത് സച്ച് തിങ്സ് ആസ് ദീസ്, അതായത് സിഗരറ്റിനെ പോലെ തന്നെ വി വർ ഫാർ, വളരെ ദൂരത്തായിരുന്നു, ഫ്രം ബീങ് സാറ്റിസ്ഫൈഡ്, നമ്മൾ സംതൃപ്തരായി തീരുന്നതിൽ നിന്ന് നമ്മൾ വളരെ വിദൂരത്തായിരുന്നു. അതായത് നമ്മൾ സംതൃപ്തരല്ല വിത്ത് സച്ച് തിങ്സ്, അപ്രകാരമുള്ള വസ്തുക്കളുമായിട്ട്. ഏതുപോലെ? ദീസ് സിഗരറ്റ് പോലെ. അപ്പോൾ സിഗരറ്റ് പോലെ എത്രയായിട്ടും എത്തുന്നില്ല. അങ്ങനെ അവർ വാണ്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ബിഗൻ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മുടെ ആഗ്രഹം ആരംഭിച്ചു. ടു അപ്സെറ്റ് അസ്, നമ്മളെന്താക്കാൻ വേണ്ടി, നമ്മളെ ദുഃഖിപ്പിക്കാൻ, വിഷമിപ്പിക്കാൻ. അതായത് നമ്മൾ തോന്നിയ പോലെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മളെ ദുഃഖിപ്പിക്കുക ചെയ്യുന്നത്. ഇറ്റ് വാസ് അൺബിയറബിൾ, നമ്മളെ വളരെ അസഹനീയമായിരുന്നു. ദാറ്റ് വി ഷുഡ് ബി അനബിൾ ടു ഡു എനിത്തിങ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല വിത്തൗട്ട് ദി പെർമിഷൻ ഓഫ് അവർ എൽഡേഴ്സ്, നമ്മുടെ പ്രായം ചെന്നവരുടെ പെർമിഷൻ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥക്ക് നമുക്ക് വന്നു. അറ്റ് ലാസ്റ്റ് അവസാനം ഇൻഷ്യൂർ ഡിസ്കറ്റ് പച്ച, അതായത് യഥാർത്ഥ വെറുപ്പിൻ്റെ സമയത്ത് വി ഡിസൈഡഡ്, അതായത് വളരെ വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടായ ആ സമയത്ത് വി ഡിസൈഡഡ്, നമ്മൾ തീരുമാനിച്ചു ടു കമ്മിറ്റ് സൂയിസൈഡ് ചെയ്താലോ എന്ന്. പക്ഷേ ഹൗ വി ടു ഡു ഇറ്റ്, എങ്ങനെ നമ്മൾ ഇത് ചെയ്യും? ഫ്രം വേർ വി ടു ഗെറ്റ് ദി പോയ്സൺ, എവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? പോയ്സൺ കിട്ടിയിരുന്നത് എങ്ങനെയാണ് കിട്ടുക? വി ഹേർഡ്, നമ്മൾ കേട്ടിരുന്നു, ദാറ്റ് ഡാത്തുറ സീഡ്സ് പറഞ്ഞൊരു മാരക വിഷമുള്ള സംഭവം, അതായിരുന്നു ആൻ എഫക്റ്റീവ് പോയ്സൺ, നല്ല ഫലവത്തായ എഫക്റ്റീവ് പോയ്സൺ, വിഷമുള്ളൊരു വിത്തായിരുന്നു നമുക്കറിയാം. അങ്ങനെ വി വെൻറ്റ് ടു ദി ജംഗിൾ, അങ്ങനെ നമ്മൾ ജംഗിളിലേക്ക് പോയി ഇൻ സെർച്ച് ഓഫ് ദി സീഡ്സ്, വിത്തുകൾ അന്വേഷിച്ചുകൊണ്ട്. ആൻഡ് വി ഗോട്ട് ദം, അങ്ങനെ നമുക്ക് കിട്ടി. ഈവനിങ് വാസ് തോട്ട്, അതായത് വൈകുന്നേര സമയത്ത് ചിന്തിപ്പിക്കപ്പെട്ടു. ടു ബി ആൻ ഓസ്പീഷ്യസ് അവേഴ്സ്, അതൊരു വളരെ നല്ലൊരു ശുഭമുഹൂർത്തമാണെന്ന്, ശുഭ സമയമാണെന്ന്, നമുക്ക് മംഗളകരമായൊരു സമയമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കപ്പെട്ടു. അങ്ങനെ വി വെൻ ടു കേദാർജി മന്ദിർ, എന്നിട്ട് ആ സമയത്ത് നമ്മൾ വേഗം കേദാർജി മന്ദിറിലേക്ക് പോയി. എന്നിട്ട് പുട്ട് ഗീ ഇൻ ദി ടെമ്പിൾ ലാമ്പ്, അങ്ങനെ അമ്പലത്തിലെ വിളക്കിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഹാഡ് ദ ദർശൻ, അതായത് ദർശനം നടത്തി. ആൻഡ് ദെൻ ലുക്ക്ഡ് ഫോർ എ ലോൺലി കോർണർ, എന്നിട്ട് എന്താക്കി നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു മൂല അന്വേഷിച്ച് നടന്നു. പക്ഷേ അവർ കൊറേജ് ഫൈൽഡസ്, പക്ഷേ നമ്മുടെ ധൈര്യം നമ്മളെ പരാജയപ്പെടുത്തി, അതായത് ധൈര്യം ചോർന്നു പോയി തുടങ്ങി. സപ്പോസിങ് വി വേർ നോട്ട് ഇൻസ്റ്റൻ്റ്ലി കിൽഡ്, നമ്മൾ ചിന്തിച്ചപ്പോൾ വി വേർ നോട്ട് ഇൻസ്റ്റൻ്റ്ലി കിൽഡ്, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചത്തുപോയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ നല്ല വേദന സഹിക്കണ്ടേ? മാത്രമല്ല, ആൻഡ് വാട്ട് വാസ് ദ ഗുഡ് ഓഫ് കില്ലിങ് അവർ സെൽഫ്സ്, അതായത് സ്വയം നമ്മൾ കൊല്ലുക എന്നുള്ളതിൽ എന്ത് നന്മ അപ്പം നമുക്ക് ഇല്ലത്, എന്ത് ഗുണം ഇല്ലത് നമുക്ക്? വൈ നോട്ട് റാദർ പുട്ടപ്പ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഏറെക്കുറെ പുട്ടപ്പ് ഇടുന്നത്, അതായത് കൊലക്ക് കൊടുക്കുന്നത്? വിത്ത് ദ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ചെറിയൊരു സ്വാതന്ത്ര്യം കുറഞ്ഞ എന്നതിൻ്റെ പേരിൽ എന്തിനങ്ങനെ വെറുതെ നമ്മൾ കൊലക്ക് കൊടുക്കുന്നത്? പക്ഷേ എന്തായാലും നമ്മൾ കൊണ്ടുവന്നല്ലേ. വി സോളോഡ് 2 or 3 സീഡ്സ് നെവർട്ട്ലെസ്, എന്നിരുന്നാലും നമ്മൾ 2 or 3 വിത്തുകൾ അങ്ങോട്ട് വീഴുങ്ങി. വി ഡയർഡ് നോട്ട് ടേക്ക് മോർ, അതിൽ കൂടുതലൊന്നും നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ബോത്ത് ഓഫ് അസ് ഫോട്ട് ഷൈ, അങ്ങനെ നമ്മൾ രണ്ടാരും പേടിച്ച് ഓഫ് ഡെത്ത്, ഇനി മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ഡിസൈഡഡ്, 2-3 കഴിച്ചതല്ലേ, അങ്ങനെ ഡിസൈഡഡ് ടു ഗോ ടു രാംജി മന്ദിർ, അങ്ങനെ രാംജി മന്ദിറിലേക്ക് നമ്മൾ രണ്ടുപേരും പോകാൻ തീരുമാനിച്ചു. ടു കമ്പോസ് അവർ സെൽഫ്, നമ്മൾ സ്വയം മനഃശാന്തി വരുത്താൻ വേണ്ടി, അയ്യോ ഇനി അങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ടു ഡിസ്മിസ് കളയാനും ദ തോട്ട് ഓഫ് സൂയിസൈഡ്, അതായത്
ആത്മഹത്യയുടെ സൂയിസൈഡിൻ്റെ ചിന്തകളൊക്കെ ഒന്ന് ആകെ പാടെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട് അവിടെ നിന്ന് ശ്രമിച്ചു എന്ന് പറയുന്നത്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ എടുക്കാം. എല്ലാവരും ശരിക്കും പോലെ ക്ലാസ് കേൾക്കുക. അസ്സലാമു അലൈക്കും.